ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, വോട്ട് കൊടുത്തൊന്നും നടക്കുന്നില്ല. വെൽക്കം അഖിൽ മാരാർ. താങ്ക് യു. നേഷൻ വാണ്ട്സ് ടു നോ, അഖിൽ മാരാർ ഒരു കൊങ്ങിയാണോ കമ്മിയാണോ സംഖ്യയാണോ? മനുഷ്യനാണ്. എന്നാലും കുറച്ചും കൂടി എക്സ്ക്ലൂസീവ് ആയിട്ട്. അതാ പറഞ്ഞത്, എല്ലാവരിലും മനുഷ്യരുണ്ട്, എന്നിലും മനുഷ്യനുണ്ട്. അഖിൽ മാരാർ പ്യൂർ ഒരു എല്ലാരെയും മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അഖിൽ മാരാറെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അഖിൽ മാരാറുടെ പ്രസ്താവനകളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും ഒക്കെ ക്ലോസ്ലി വാച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പല സമയങ്ങളായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അഖിൽ മാരാർ കോൺഗ്രസ്സുകാരനായിരുന്നു, എന്നിട്ട് ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ 2020 NDAയുടെ ഇതായിട്ട് സ്ഥാനാർത്ഥിയായിരിക്കുന്നത് എന്നുള്ളത്. അവരോട് എന്താണ് പറയാനുള്ളത്? ഇവരോട് എല്ലാവരോടും എനിക്ക് പറയാനുണ്ടാകുള്ളത്, നിങ്ങൾ മാധ്യമങ്ങളെ നോക്കണം. അവർ രാവിലെ കോൺഗ്രസിനെ അനുകൂലിക്കും, അവർ ഉച്ചയ്ക്ക് BJP അനുകൂലിക്കും, രാത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിക്കും, പിറ്റേ ദിവസം ഇത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണത്? അവരുടെ നിഷ്പക്ഷ സ്വതന്ത്ര ഇന്ത്യൻ പൗരനായതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്. അഖിൽ മാരാർ കഴിഞ്ഞ 8 വർഷമായിട്ട് യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ല. ഈ രാജ്യത്തെ ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരൻ മാത്രമാണ്. ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരനായിട്ട് ഈ രാജ്യത്ത് തുടരുന്ന ഒരാൾക്ക് ഈ രാജ്യത്ത് അയാൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കാം, എതിർക്കാം, ഇതെല്ലാം ചെയ്യാം. ഞാനത് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാനൊരു പ്രതിപക്ഷ നിരയുടെ സ്വരമായി കോൺഗ്രസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുവെന്ന് തോന്നലുണ്ടാക്കിയെടുത്തത് കോൺഗ്രസ്സുകാരാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രതിപക്ഷ നിരയുടെ സ്വരമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സംസാരിച്ച പല കാര്യങ്ങളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു. ഒരു സമയത്ത് എനിക്ക് VD സതീശൻ്റെ ഒരു രീതികളോട് താല്പര്യമില്ലാതെ വന്ന സമയത്ത് ഞാൻ അന്ന് പറയുകയും ചെയ്തു, ഞാൻ ഇനി പല വിഷയങ്ങളും ഞാൻ നിശബ്ദത പാലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഉയർത്തുന്ന ശബ്ദം കൂടി ഗുണപ്പെടുന്നത് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്കാണ്. അപ്പം പ്രതിപക്ഷ നേതാവ് പല വിഷയങ്ങളിലും ശബ്ദിക്കുന്നില്ല. ഇപ്പോഴല്ല കേട്ടോ, ഞാൻ ഒരു വർഷം മുൻപുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം പിന്നീട് അദ്ദേഹവുമായിട്ട് നമുക്ക് അടുപ്പമായി കഴിഞ്ഞതിന് ശേഷവും പിന്നീട് VD സതീശനിൽ വന്ന മാറ്റവും ഒക്കെ ആയിരുന്നു എനിക്ക് VD സതീശനോട് തോന്നിയൊരു താല്പര്യം. പ്രത്യേകിച്ച് ഒരു വിമർശനം നമ്മൾ ഉന്നയിച്ചപ്പോൾ ആ വിമർശനത്തെ കേൾക്കാനും ആ വിമർശനം സത്യസന്ധമാണെന്ന് തിരിച്ചറിയാനും അതിലൊരു തിരുത്തൽ വരാനും പുള്ളി ശ്രമിച്ചതിന് ശേഷമാണ് ഞാൻ അദ്ദേഹവുമായിട്ടൊരു അടുപ്പം എന്നിലുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ അഖിൽ മാരാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പല വിഷയങ്ങളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു, പല വിഷയങ്ങൾ BJPക്ക് അനുകൂലമായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെ സ്വീകരിച്ചു, അവർക്ക് ഇഷ്ടപ്പെടാത്ത വിഷയങ്ങളിൽ അവർ എതിർത്തു. ഭൂരിഭാഗം പേരും എന്നെ ഈ സമയങ്ങളിലൊക്കെ സംഘി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നെ കൊങ്ങി നിന്നും ആരും വിളിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കോൺഗ്രസ് വേദികളിൽ പങ്കെടുത്തപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരോട് പലരും വിളിച്ചു പറഞ്ഞു, അവൻ സംഘിയാണ്, അവനെ അവിടെ അടുപ്പിക്കരുതെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ താങ്കൾ പറഞ്ഞില്ല, അണികൾക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല കോൺഗ്രസ് എന്നുള്ളത്. ഞാൻ പറയണ്ട, യാഥാർത്ഥ്യമാണല്ലോ നമ്മൾ. അതുകൊണ്ടാണോ പവർ വേണം, അല്ലെങ്കിൽ പവർ ഇല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണോ പവറിന് വേണ്ടിയിട്ട്? പവർ എന്ന് പറയുന്നത് ഒന്നും വേണ്ടാതെ ജനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ജനങ്ങളെ നമ്മളെ സ്വീകരിക്കണം. ഇപ്പം ജനം എങ്ങനെ ഒരാളെ ഒരു വിഷയത്തിൽ, ഇപ്പം നമ്മളൊരു നാട്ടിലൊരു പ്രശ്നം നടന്നു, അപ്പം പറയും കരയോഗം പ്രസിഡന്റ് വരട്ടെ, അല്ലെങ്കിൽ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ വരട്ടെ. അപ്പം അതിൽ ഇടപെടാനെന്ന് നമ്മളൊരു വ്യക്തിയല്ലല്ലോ അവിടെ വരുന്നത്. അവിടെ ഒരു പൊസിഷൻ വേണം. ഇപ്പം കരയോഗത്തിലൊരു പ്രശ്നം വന്നാൽ കരയോഗത്തിലെ ഒരു മെമ്പറാണ് ഞാൻ എന്ന് പറഞ്ഞൊരുത്തം വന്ന് ഞാനിതങ്ങ് പരിഹരിക്കാം, സുകുമാരൻ നായർ ഇതങ്ങോട്ട് കേട്ടാട്ടെ, ഞാൻ കരയോഗത്തിലൊരു മെമ്പറാണെന്ന് പറഞ്ഞ് സുകുമാരൻ നായരുടെ സംസാരിച്ച പുള്ളി ഇത് കേൾക്കത്തില്ലല്ലോ. അപ്പം എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഒരു അഭിപ്രായം പറയണമെങ്കിലും ആ അഭിപ്രായം സ്വീകരിക്കപ്പെടണമെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിലും നമ്മൾക്ക് അവിടെ ഒരു പൊസിഷൻ വേണം. അപ്പോൾ സ്ഥാനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നലകളിൽ നമ്മൾ പറഞ്ഞ അഭിപ്രായങ്ങൾ തള്ളിക്കളഞ്ഞ ജനത്തിൻ്റെ ഇടയിൽ നിങ്ങളെൻ്റെ അഭിപ്രായം സ്വീകരിക്കാനെങ്കിലും എനിക്കൊരു സ്ഥാനം നൽകൂ എന്നുള്ളത് മാത്രമാണ്. അത് ആരും നൽകിയില്ല. പിന്നീട് അത് നേടിയെടുക്കാനുള്ള ഓട്ടത്തിലാണ്, ആ യാത്രയിലാണ് സിനിമാ സംവിധായകനായതും തിരക്കഥാകൃത്തായി മാറിയതും ചാനൽ ചർച്ചകളിൽ ധാരാളം പങ്കെടുത്തുകൊണ്ടിരുന്നൊരു രാഷ്ട്രീയ നിരീക്ഷകനായി മാറിയതും പിന്നീട് ബിഗ് ബോസിലേക്ക് പോകുന്നതും എതിർത്ത ആൾക്കാരിൽ നിന്ന് തന്നെ സ്വീകാര്യത ലഭിച്ചുകൊണ്ട് വിജയിയായി പുറത്തിറങ്ങി വരാൻ കഴിഞ്ഞതും കിട്ടിയ സ്വീകാര്യത, കിട്ടിയ സ്ഥാനം ജനത്തിന് വേണ്ടി തന്നെ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിനുശേഷവും ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ജനത്തിന് വേണ്ടി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പൊസിഷൻസ് കിട്ടണമെങ്കിൽ ഇപ്പൊ പൈസ ഇറക്കണം എന്നുള്ളൊരു കാര്യം എല്ലാ പാർട്ടികളിലും ഉണ്ടല്ലോ. ഇപ്പൊ ഫണ്ട് ആര് കൊണ്ടുവന്ന് കൊടുക്കുന്നു, അവരെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. രണ്ടാക്ഷേപവും കേൾക്കുന്നുണ്ട്. മറ്റേ കാശ് കൊടുത്ത് മത്സരിക്കാൻ നടക്കുന്നു, കാശ് കൊടുത്ത് മത്സരിപ്പിക്കുന്നു. ഈ രണ്ടാരോപണം കേരളത്തിലൊക്കെ കേൾക്കുന്ന കാര്യമാണ്. ആരായിരിക്കും കാശ് കൊടുത്ത് മത്സരിക്കുന്നത്? സാധാരണ താൻ എപ്പോഴാണ് ഒരു സാധനം കാശ് കൊടുത്ത് മേടിക്കുന്നത്? പൈസ ഉള്ളപ്പോ അല്ലല്ല, ഇത് എപ്പോഴാണ് കാശ് മുടക്കിയത് മേടിക്കാൻ ശ്രമിക്കുന്നത്? മേടിക്കുന്ന ഒരു സാധനത്തിന് തനിക്ക് പ്രയോജനപ്പെടുമെന്നും അല്ലെങ്കിൽ തന്റെ ഇഷ്ടം വെച്ചിട്ടല്ലേ. അല്ലാതെ നമ്മൾ സ്വയം കുഴിയിലേക്ക് പോയി ചാടാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്ത് മത്സരിക്കത്തില്ലല്ലോ. എന്തെങ്കിലും ഒരു താല്പര്യം കാണും. ഇപ്പം മുൻകാലങ്ങളിൽ മത്സരിച്ച ചില സ്ഥാനാർത്ഥികൾ കാശ് കൊടുത്ത് മത്സരിച്ചവർക്ക് അവരെ ആരും അറിയത്തില്ലായിരുന്നു. കേരളത്തിൽ ആരും അറിയാത്ത കുറച്ച് സാമ്പത്തികമുള്ള കുറച്ച് മുതലാളിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 10 പേരുടെ എല്ലാം അറിയപ്പെട്ടേക്കാം. അവർക്കറിയാം ജയിക്കത്തില്ലെന്ന് അവർക്കറിയാം.
അവരെ ആരും അറിയാത്തത് കൊണ്ട് ഈ അറിഞ്ഞൂടാത്തവൻ കുറച്ച് പൈസയൊക്കെ എടുത്ത് മുടക്കി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു പരിപാടി പണ്ടുണ്ടായിരുന്നു. ഇനി തിരിച്ച് ഒരാൾ വന്നിട്ട് എനിക്ക് ഇപ്പം പേരും പ്രശസ്തിയുള്ള ഒരാൾ, അയാൾ ഒരു സിനിമാ നടനായിക്കോട്ടെ, അയാൾ അങ്ങോട്ട് പൈസ കൊടുത്ത് മത്സരിക്കേണ്ട കാര്യമില്ല. കാര്യം അയാളെ ഓൾറെഡി എല്ലാവർക്കും അറിയാം. അന്നേരം പാർട്ടി പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ വിചാരിക്കും മത്സരിച്ച സിനിമയിൽ നിന്നുള്ള വരുമാനം ബാക്കിയെല്ലാം നിലയ്ക്കും. അപ്പം നിങ്ങൾ എനിക്ക് പൈസ വല്ലതും തരുമോ, ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ പൈസ കൊടുക്കും. ഇനി അതല്ല എങ്കിൽ ഉറച്ച മണ്ഡലം, നിങ്ങൾക്ക് സിനിമയിൽ നിന്ന് ഒരു നഷ്ടവും വരാത്ത രീതിയിൽ ഞങ്ങൾ നിലനിർത്തി തരാം, ഈ മണ്ഡലത്തിൽ നിങ്ങൾ ജയിക്കുമോ നോക്കുക എന്നൊക്കെയുള്ള തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുമല്ലോ ഇന്നടത്ത് മത്സരിച്ചാൽ ജയസാധ്യത വളരെ കൂടുതലാണ്, അവിടെ നമ്മൾ ജയിക്കും. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഓരോ മത്സരിക്കാൻ ഇറങ്ങുന്നവൻ്റെയും ഇന്റൻഷൻ, ഉദ്ദേശശുദ്ധി നമ്മൾ തിരിച്ചറിയണം. അപ്പം കഴിഞ്ഞ 3 വർഷം കൊണ്ട് സർക്കാരിനെതിരെയും കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് പല വിഷയങ്ങളിൽ ഇടപെട്ട ഞാൻ, ജനങ്ങൾ കൂടുതൽ അറിയപ്പെട്ടതിന് ശേഷം സർക്കാരിനെയും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളെയും ജനകീയ സമരങ്ങളെയും പലവിധ വിഷയങ്ങളിലും എല്ലാം പോയി ഇടപെടുകയും തെറ്റ് എന്ന് തോന്നുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ തുറന്ന് അഭിപ്രായം പറയുകയും ചെയ്യുന്ന എൻ്റെ ഉദ്ദേശശുദ്ധി എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്നലെ സംസാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ സംസാരിക്കാൻ പറ്റും, ഇന്നലെ ചെയ്തതിൻ്റെ 10 ഇരട്ടി ചെയ്യാൻ പറ്റും. ഈ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് അതിലൂടെ ലഭിക്കുമെന്ന് കരുതി അത് ഇനിയുള്ള ജീവിതം അതിനായി മാറ്റിവെക്കുക എന്ന തിരിച്ചറിവിലും ചിന്തയിലും ആഗ്രഹത്തിലുമാണ്. പക്ഷെ അതൊരു മിസ്കോൺസെപ്ഷൻ അല്ലേ? കാരണം ഇപ്പൊ പിഷാരടിയുടെ കാര്യം കഴിഞ്ഞ ദിവസം ഫൈറ്റ് ഒക്കെ ഉണ്ടായി അല്ല. അപ്പോ പിഷാരടി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കാന്നുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ യോഗ്യത ഈ പറഞ്ഞതൊന്നും അല്ല എന്നല്ല ഇപ്പൊ എല്ലാ കാര്യങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യോഗ്യതയും അയോഗ്യതയും നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വ്യക്തികളോട് ചോദിക്കാറില്ല. ഇപ്പം 52 വയസ്സ് വരെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സാധാ പൗരനായിരുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ നടന്നു കയറുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടാണ്, നിയമസഭയിൽ മത്സരിക്കാതെ. ആ മനുഷ്യൻ ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളാണ്. ആ മനുഷ്യൻ ഇന്ത്യയെ ഇന്ന് ഏറ്റവും പവർഫുൾ രാജ്യമാക്കി മാറ്റിയതാണ്. എന്തായിരുന്നു പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്? വിദ്യാഭ്യാസമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ പാരമ്പര്യമാണോ? രാഷ്ട്രീയമൊക്കെ ഉണ്ട്, അദ്ദേഹം RSS സ്വയം സേവകൻ പ്രചാരകനും ഒക്കെ ആയിരുന്നു. പക്ഷേ ജനത്തെ മനസ്സിലാക്കി, ജനത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി, ജനങ്ങൾക്കിടയിൽ ജീവിച്ച് അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും സൃഷ്ടാവം ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ ആ അറിവുകളും അനുഭവങ്ങളും എല്ലാം എടുത്തു വെച്ച് പ്രയോഗിച്ചത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പദത്തിലേക്ക് എത്തിയതിനു ശേഷമാണ്. എന്താ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാതെ പോയത്? രാഹുൽ ഗാന്ധിക്ക് പറ്റിയ പാളിച്ച അദ്ദേഹത്തിനെ വളർത്തി അദ്ദേഹത്തിൻ്റെ അമ്മ ആദ്യം തിരിച്ചറിയണം, എൻ്റെ മകൻ ഈ നാടിന് പ്രയോജനപ്പെടേണ്ട ഒരാളായിരുന്നെങ്കിൽ, ആകണമെന്ന് അവർ ആഗ്രഹിച്ചെങ്കിൽ അവർ കുട്ടിക്കാലം മുതലേ തന്നെ ഇന്ത്യ എന്തെന്ന് രാഹുൽ ഗാന്ധിയെ പഠിപ്പിക്കണമായിരുന്നു. ഇന്ത്യൻ ജനതയുടെ ബുദ്ധിമുട്ടുകൾ പഠിപ്പിക്കണമായിരുന്നു. ഇപ്പം ഈ ഒമാനിലെ രാജാക്കന്മാർ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ചില സ്ഥലത്ത് രാജാക്കന്മാരൊക്കെ അവരുടെ മക്കളെ ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറക്കി വിടും, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ജോലി ചെയ്യാനൊക്കെ വിടും. അവർ ഇതാരാന്ന് പോലും അറിയാത്ത രീതിയിൽ ഇവർ സാധാരണക്കാർക്കിടയിൽ ഇടപെടകി ജോലി ചെയ്ത് ജീവിച്ച് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ ജീവിതം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഗൗതമ ബുദ്ധൻ ഒരു കാലത്ത് രാജകുമാരനായിരുന്ന മനുഷ്യന് അദ്ദേഹത്തിന് ഇറങ്ങി ഓടിപ്പോയി പുതിയൊരു ലോകം അല്ലെങ്കിൽ പുതിയൊരു മതം, പുതിയൊരു കാഴ്ചപ്പാട് ഒക്കെ സൃഷ്ടിക്കേണ്ട സാഹചര്യം അദ്ദേഹം സ്വയം സൃഷ്ടിച്ച് സ്വയം തിരിച്ചറിവിൽ ചെയ്തതാണ്. അപ്പോഴാണ് ഈ ലോകം എന്തെന്ന് അറിയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു ശക്തനായ നേതാവാകാൻ കഴിയാതെ പോയി എന്നതും നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളതും ജീവിതാനുഭവങ്ങൾ സൃഷ്ടിച്ച അറിവുകളാണ്. ഇപ്പം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എല്ലാവർക്കും വേണ്ടതും ഇതാണ്. ഏറ്റവും പ്രധാനമായിട്ട് പ്രയോജനപ്പെടുന്ന ഇതാണ്. ഇനി രണ്ടാമത് പ്രയോജനപ്പെടുന്ന മറ്റൊരു കാര്യം ഒരു വോട്ടവകാശമുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു ഇന്ത്യൻ പൗരനാവുക എന്നുള്ളതാണ്. അപ്പം സിനിമാ നടനായി പോയി എന്നുള്ളത് ഒരു പോരായ്മയൊന്നുമല്ല, രാഷ്ട്രീയത്തിൽ ഒരു കാലത്തും അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളതും പോരായ്മയല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ആ നടന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആർക്കും ആയിക്കോട്ടെ ആ സീറ്റ് കൊടുക്കുമ്പം അയാളെ കൊണ്ട് എന്താണ് ഈ നാടിന് പ്രയോജനമെന്നുള്ളത് അയാളുടെ ഇന്നലകളുടെ പ്രവൃത്തി ജനം ചർച്ച ചെയ്താണ് പൊതുവെ തീരുമാനിക്കുന്നത്. അത് ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ആരോ മത്സരിച്ചോട്ടെ എന്ന് ഞാൻ പറയാം ആ വിഷയത്തിൽ. ഇപ്പൊ അഖിൽ മാരാറിനെ നമുക്കൊക്കെ അറിയുന്നത് ബിഗ് ബോസിലൂടെയാണ്. എന്നതിലുപരി അഖിൽ മാരാറിന്റെ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ IQ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് അല്ലെങ്കിൽ കൂടുതലാണെന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാള് സ്ഥാനാർത്ഥിയായി ജയിച്ച് വന്നു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നല്ല എന്ത് ചെയ്യാതിരിക്കും എന്നാണ് എനിക്കറിയേണ്ടത്. ഈ IQ
ഒന്നും രാഷ്ട്രീയത്തിൽ ഇതിനൊന്നും ആവശ്യമില്ല. ബുദ്ധി വേണ്ടേ രാഷ്ട്രീയത്തിന്? അല്ല, ബുദ്ധിയല്ല. അതായത് രാഷ്ട്രീയത്തിൽ വേണ്ടത് ചിന്തിക്കാനുള്ള ശേഷിയാണ് വേണ്ടത്. ചിന്തിക്കാനുള്ള ശേഷി, മനസ്സിലാക്കാനുള്ള ശേഷി, മറ്റൊരുവൻ്റെ മനസ്സ് തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ, ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത്. ഒപ്പം ഈ നാടിൻ്റെ, അതായത് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്ഡേറ്റഡ് ആയിട്ട്, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും ചിന്തിക്കാനുള്ള, ഈ ചിന്തിക്കാനുള്ള ശേഷിയിൽ ഇതെല്ലാം വരും കേട്ടോ, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി വരുന്നതാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ കഴിയണം. നിങ്ങൾ ഡൽഹിയിൽ പോയിട്ട് അവിടുത്തെ റോഡുകൾ, ഇത് അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരൻ റോഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അന്ന് ചിലപ്പോൾ എത്ര വാഹനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും? ഇവിടെ വളരെ കുറച്ച് വാഹനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അവൻ്റെ അന്നത്തെ ചിന്ത ഇത്രയും വീതിയുള്ള റോഡുണ്ടാക്കി വെക്കണമെന്നുള്ളതായിരുന്നു. അവൻ പണ്ട് കാലത്ത് ഇവിടെ ചെയ്തിട്ട് പോയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ബ്രിട്ടീഷുകാരൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നു. മുല്ലപ്പെരിയാർ ഡാം, ചില ആൾക്കാർ ചില വിവാദങ്ങളും ചില പ്രശ്നങ്ങളും മഴ പെയ്യുമ്പോൾ ഉയർത്തുന്നത് മാറ്റി നിർത്തിയാൽ ഇന്ത്യയിലെ എല്ലാ ഡാം മാനേജ്മെൻറ്റ് സിസ്റ്റവും അത് ഇന്നും ബലത്തതാണെന്ന് പറയുന്നത് അന്നത്തെ ആ ടെക്നോളജി അത്ര സ്ട്രോങ് ആയതുകൊണ്ടും അതിനെ പുതിയ ടെക്നോളജി സപ്പോർട്ട് ചെയ്ത് നിർത്തിയത് കൊണ്ടുമാണ്. അതേസമയം കേരളത്തിൽ ഏനാത്ത് പാലം, കൊട്ടാരക്കര ഭാഗത്തെ ഏനാത്ത് പാലം, ഇത് എനിക്ക് തോന്നുന്നത് 96-ലോ മറ്റോ പണിഞ്ഞതാണെന്ന് തോന്നുന്നു. 2010-20 വർഷത്തിനുള്ളിലാണ് ഈ പാലം പൊളിഞ്ഞത്. ഒരുപാട് കാലം അവിടെ ബെയിലി പാലത്തിലൂടെയാണ് ആൾക്കാർ യാത്ര ചെയ്തത്. MC റോഡ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഹൈവേ 1-ൽ ജനങ്ങൾ മുഴുവൻ ദുരിതത്തിലായത് ഈ പണിഞ്ഞ പാലം പൊളിഞ്ഞതുകൊണ്ടാണ്. പണിഞ്ഞ പാലം എങ്ങനെയാണ് പണിഞ്ഞത്? പാലാരിവട്ടം പാലം സർക്കാർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് പൊളിച്ചു. ഇന്ന് പാമ്പൻ പാലം പൊളിക്കാൻ വേണ്ടിയിട്ട് മിഷൻ കണ്ട് മറ്റേ മിസൈൽ വരെ കൊണ്ടുവരേണ്ട അവസ്ഥയായിരുന്നു. കാര്യം പല സംവിധാനം ഉപയോഗിച്ചിട്ട് ഇത് പൊളിയുന്നില്ല. കുട്ടനാട്ടിലെ പഴയ AC റോഡ് അത് ചെയ്ത ആൾ ആത്മഹത്യ ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. കാര്യം എന്താ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കുഴപ്പം. അപ്പം ഇത് ഒരുവൻ നാട് നന്നാക്കണമെന്ന് തീരുമാനിച്ചിറങ്ങുമ്പം അവൻ്റെ ആദ്യത്തെ വിഷൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന പണം കൃത്യമായിട്ട് ജനത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കണമെന്നുള്ളതാണ്. ഒരു സാധാരണ നമ്മുടെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 4 ലക്ഷം രൂപയാണ് ലൈഫ് മിഷൻ പദ്ധതി കൊടുക്കുന്നത്. 15 ലക്ഷം രൂപയ്ക്കായിരിക്കും നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന, പണ്ട് ജഗതി നമ്മുടെ സിനിമയിൽ പറഞ്ഞ കണക്ക് 2 മുഴക്കോലും ഒരു കയറും ഒരു ഷീറ്റും കൂടെ വെച്ച് അടിച്ച ഒരു ബസ് സ്റ്റോപ്പ് പലയിടത്തും നമ്മൾ പണ്ട്, ഇപ്പം കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ബഡ്ജറ്റ് നോക്കുമ്പോൾ 1 കോടിയൊക്കെ കാണിക്കുന്നു. പിന്നെ എനിക്ക് ഒരു കാലത്തും മനസ്സിലായിട്ടില്ല, ഒരു കമ്പി കൊണ്ടിട്ടിട്ട് അത് ബസ് സ്റ്റോപ്പായിട്ട് ഇതിനകത്ത് എങ്ങനെ ഇരിക്കും ഒരു മനുഷ്യൻ? ഒരു കമ്പി വളഞ്ഞു വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇതിൽ ഈ മനുഷ്യന്റെ ഈ ആസനം എങ്ങനെ ഇതിനകത്ത് കൊണ്ടുവയ്ക്കും? ഇതെങ്ങനെ ഇത് കൊണ്ടുവയ്ക്കും? ഇത് ഏതവന്റെ ഐഡിയ ആടാ? ഇതിനകത്ത് ഇങ്ങനെ ഒരു ചെയർ ഉണ്ടാക്കിയിട്ടാ പോലെ, ഒരു ബെഞ്ച് ഉണ്ടാക്കിയിട്ടാ പോലെ. ഇതൊരു കാലത്ത് നമ്മൾ പലയിടത്ത് കണ്ട ബസ് സ്റ്റോപ്പുകളാണ്. എന്നിട്ട് ഇതിനകത്ത് മേളിൽ എഴുതി വെച്ചേക്കുന്നത് MLA വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന രീതിയിലാണ് എഴുതി വെച്ചേക്കുന്നത്. മേ ബി ഞാൻ കുറ്റം പറയുന്നില്ല, MLA ഫണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. ശരി, പോട്ടെ. ഈ നാളെ ഞാൻ ഒരുപക്ഷെ നമ്മൾ ജയിച്ചാലും നമ്മളെ ഒരു ബോർഡ് രാഷ്ട്രീയ പാർട്ടിക്കാരോ മറ്റുള്ളവർ വെച്ചാൽ എനിക്ക് ചിലപ്പോൾ എടുത്ത് കളയുന്നെന്നും പറഞ്ഞ മോശമല്ലേ? എന്നാലും അവിടെ ഇരുന്നോട്ടെ, അത് കുഴപ്പമില്ല. ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യും. ഈ 15 ലക്ഷം രൂപയുടെ ഒരു ബസ് സ്റ്റോപ്പ് നീ അടിച്ചു വെക്കുമ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് നീ ഒരു കുഞ്ഞ് കക്കൂസിന്റെ വലിപ്പമുള്ളൊരു കെട്ടിടം അടിച്ചു വെച്ചിട്ട് മേളിൽ MLA അനുവദിച്ചു എന്ന് പറഞ്ഞ് അടിച്ചു വെക്കുമ്പോൾ 4 ലക്ഷം രൂപയാണ് വീടിന് കൊടുക്കുന്നത്. ഇതെന്തുകൊണ്ടാ? ഇത് വീടിന് 40 ലക്ഷം ഗവൺമെന്റ് കൊടുക്കും. എപ്പോഴാണെന്നറിയാവോ? പാർട്ടിയോ സർക്കാരോ ഇത് നേരിട്ട് വെച്ചു കൊടുത്താൽ. ഒരു പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കാൻ 40 ലക്ഷം രൂപയും ഗവൺമെന്റ് അനുവദിക്കും, അത് ഗവൺമെന്റ് ചെയ്തു കൊടുത്താൽ. ഞാൻ പറഞ്ഞതിന്റെ ലോജിക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? മറ്റേ 4 ലക്ഷം രൂപ പാവപ്പെട്ടവന്റെ നേരിട്ടാണ് കൊടുക്കുന്നത്. നീ 4 ലക്ഷം രൂപയ്ക്ക് നീ വീട് വെച്ചോളാൻ പറയുമ്പം ഇവൻ 40 ലക്ഷം രൂപയ്ക്ക് വെക്കുന്ന കെട്ടിടമാണെങ്കിൽ ഇവൻ ഇതേ വീട് 4 ലക്ഷം രൂപയ്ക്ക് വെച്ചിട്ട് 36 ലക്ഷം അവൻ തിന്നും. അതിനു വേണ്ടിയിട്ട് അടിച്ചു മാറ്റാൻ പറ്റുന്ന പദ്ധതികൾ ഗവൺമെന്റ് നേരിട്ട് ചെയ്യുകയും സാധാരണക്കാരന്റെ കൈകളിലേക്ക് അത് കൊടുക്കുന്ന സമയത്ത് അതിൽ അവൻ ചുരുക്കുകയും ചെയ്യും. കാര്യം അവനത് മോട്ടിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞത്, ഓണക്കിറ്റിന് 1000 രൂപയുടെ കിറ്റല്ലായിരുന്നു നിങ്ങൾ കൊടുക്കേണ്ടത്. 1000 രൂപ ഇന്ന് സർക്കാർ തീരുമാനിച്ചാൽ വിത്തിൻ 1 വീക്കിനുള്ളിൽ എല്ലാവരുടെ അക്കൗണ്ടിലും ക്രെഡിറ്റ് ആക്കാനുള്ള സൗകര്യം കേന്ദ്രത്തിൽ നിന്ന് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. എല്ലാവരും ഇന്ന് ഗ്യാസിന്റെ സബ്സിഡി ആധാർ വഴിയാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. സർക്കാർ പിണറായി വിജയൻ പറയുകയാണ്, ഞാൻ കിറ്റിന് പകരം 1000 രൂപ കൊടുത്താൽ ഈ 1000 രൂപയുടെ പൈസ ഒരു സാധാരണക്കാരന്, സ്ത്രീകൾക്ക് കൊടുത്താൽ മതി, ഒരു വീട്ടിലെ കുടുംബനാഥയ്ക്ക് കൊടുത്താൽ മതി. കുടുംബനാഥന് കൊടുക്കണം. അവൻ മേടിച്ച് ചാരയടിച്ച് കുടിച്ചാൽ കള്ളു കുടിച്ചാൽ പോയി. കള്ളു കുടിച്ചാൽ സർക്കാർ രക്ഷപ്പെട്ടു. കാര്യം 200% ടാക്സ് ഈ കൊടുത്ത പൈസ അതേപടി സർക്കാരിൻ്റെ ഖജനാവിൽ വരും. വീടുകളിൽ ഇത് കൊടുത്താൽ ഈ അമ്മമാർ, ചേച്ചിമാർ, സഹോദരിമാർ ഇവർ
നേരെ ഇത് കൊണ്ടുപോയി തൊട്ടടുത്തുള്ള കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങും. കടക്കാരൻ സന്തോഷം, അവൻ്റെ അവിടെ കച്ചവടം നടക്കും. അവൻ മേടിച്ചു വെച്ച സാധനത്തിൽ നിന്ന് അവന് കച്ചവടം നടക്കും. ആ കടക്കാരൻ്റെ കുടുംബം ഹാപ്പി. ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാം, ബാക്കി പൈസ മിച്ചം പിടിക്കാം. പകരം സർക്കാർ ഇഷ്ടമുള്ള സാധനങ്ങൾ 1000 രൂപയ്ക്ക് പകരം 600 രൂപയുടെ സാധനങ്ങൾ ഹോൾസെയിൽ അടിസ്ഥാനത്തിൽ 85 ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കാനാണ് ഓണക്കിറ്റ്. 85 ലക്ഷം. ആർക്കാ? യൂസഫലിക്ക് ഓണക്കിറ്റ്. കേരളത്തിലെ 85 ലക്ഷം കുടുംബങ്ങൾക്ക്. എന്തിന് 85 ലക്ഷം കുടുംബത്തിന് ഓണക്കിറ്റ് കൊടുക്കണം? ഇവിടുത്തെ സാധാരണക്കാരൻ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് നീ 2000 രൂപയുടെ സാധനം കൊടുക്കടേ. നീ 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നതിന് എന്തിനാണ് ഓണക്കിറ്റ് കൊടുക്കുന്നത്? എല്ലാ മാസവും കൃത്യമായ ശമ്പളവും പെൻഷനുള്ള സർക്കാർ ജോലിക്കാരന് എന്തിനാണ് നീ ഓണക്കിറ്റ് കൊടുക്കുന്നത്? ജീവിതത്തിൽ അന്നന്നത്തെ പണിക്ക് പോകുന്ന ഒരു കേരളത്തെ ഗതിയില്ലാതെ കോവിഡ് കാരണവും മറ്റു പല പ്രശ്നങ്ങൾ കാരണവും ജീവിതത്തിൽ വഴിമുട്ടി കിടക്കുന്ന പാവപ്പെട്ടവനും നീ 2500 കൊടുക്ക്. നീ ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ളവനും 50,000 രൂപയ്ക്ക് ശമ്പളം മേടിക്കുന്ന IT പ്രൊഫഷണൽസുകൾക്കും ടെക്നിക്കൽ പ്രൊഫഷണൽസുകൾക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നീ ഒഴിവാക്ക്. പക്ഷേ AAYക്കാർക്ക് മാത്രമാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഓണക്കിറ്റ് കൊടുക്കുന്നത്. ആദ്യം 85 ലക്ഷം കുടുംബങ്ങൾ കൊടുക്കും. അതെന്തിനാണെന്നറിയോ? നമ്മൾ എല്ലാവർക്കും കൊടുക്കും. 85 ലക്ഷം കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? എങ്കിലല്ലേ തോനെ മുട്ടിക്കാൻ പറ്റും. ഒരു കിറ്റിൽ നിന്ന് 400 രൂപ വെച്ച് മോട്ടിച്ചാൽ 85 ലക്ഷം 400 അത്രയും എമൗണ്ട് ആയിരിക്കും. കിറ്റ് 15 രൂപ കണ്ടാണ്. അതിന് ശരിക്കും വില 25 പൈസയിൽ താഴെയുള്ളൂ. അത്രേ കാണത്തുള്ളൂ. ഇങ്ങനെ മോഷണം മാത്രമേ നടക്കത്തുള്ളൂ. കോവിഡ് PPE കിറ്റ് മൊത്തം ഉടായ്പല്ലായിരുന്നോ? ദുരന്തങ്ങളെല്ലാം വിൽക്കുകയാണ്. ഒരു വീട്ടിൽ ഇപ്പം ഒരു നല്ല മനുഷ്യൻ്റെ വീട്ടിലൊരു രോഗി വന്നാൽ അവൻ ആ രോഗിയുടെ അവസ്ഥ പുറത്തറിയിക്കാതെ അവൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് ആ രോഗി എന്നുണ്ടെങ്കിൽ അവൻ കഷ്ടപ്പെട്ട് അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്യും. ഒരു ഫ്രാഡിൻ്റെ വീട്ടിൽ ഇതേ രോഗി വന്നാൽ ഇവൻ 50 പേരെടുത്ത് പറഞ്ഞ് കാശ് വാങ്ങും. എൻ്റെ അച്ഛന് സുഖമില്ല, ഇവൻ അച്ഛനെ നോക്കുന്നവനല്ല. ഇതും 50 പേരെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ അവസ്ഥ പറഞ്ഞ് കാശ് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു മിച്ചമെടുത്ത് അച്ഛന് കൊടുത്ത് അച്ഛനെ രക്ഷിക്കാൻ നോക്കും. ഇതാണ് പിണറായി വിജയൻ്റെ പരിപാടി. ഈ നാട്ടിൽ ഓരോ ദുരന്തം വരുമ്പോഴും ഈ ദുരന്തത്തിൽ ഈ പാവങ്ങളുടെ പേര് പറഞ്ഞ് ജനത്തിനെ ഇങ്ങനെ ഇമോഷണലി ട്രാക്ക് ചെയ്ത് പൈസ പിരിച്ച് അതിൻ്റെ ഒരു പങ്ക് ഇവർക്ക് കൊടുത്ത് ബാക്കി ഇതിലൂടെ അടിച്ചു മാറ്റാനുള്ള മാർഗം എങ്ങനെ സൃഷ്ടിക്കാമെന്നുള്ളതാണ് ഇവരുടെ പരിപാടി. പിന്നെ നമ്മൾ ഈ കാണുന്ന പല വികസനങ്ങളും കേന്ദ്രത്തിൻ്റെയാണ്. ഇപ്പോൾ വിഴിഞ്ഞം ഇവർ പറയുന്നത്, ഇവർക്ക് എന്തോ വിഴിഞ്ഞത്തിനകത്ത് ഇവർക്ക് പറയാനുള്ളത്? ഇത് നാഷണൽ ഹൈവേ, ഇവർക്ക് എന്തോ പറയാനുള്ളത്? നാഷണൽ ഹൈവേക്ക് ഇവർ 5000 കോടി കൊടുത്തെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും 20,000 കോടി 22,000 കോടിയും വസ്തുവിൻ്റെ അധിക പൈസയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതൊന്നും ജനത്തിന് അറിയത്തില്ല. നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റിന്റെ പേര് ചോദിച്ചാൽ ഏതാ ഉണ്ടാവുക? പറയാം, അഴിമതി, വെട്ടിപ്പ്, തട്ടിപ്പ് പ്രോജക്റ്റ്. അതാ പറഞ്ഞ് ഇവർക്ക് ജീവിക്കാനുള്ള പ്രോജക്റ്റുകളാ. അല്ലാതെ എന്തോ പ്രോജക്റ്റ് എനിക്ക് അറിയത്തില്ല. അതായത് ഒരു സർക്കാരിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പദ്ധതി നിങ്ങൾ അത് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്താണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പുതിയതായി കൊണ്ടുവന്ന പദ്ധതി? ഗെയിൽ പൈപ്പ് ലൈൻ ഇവരുടെ അല്ല, വിഴിഞ്ഞം ഇവരുടെ അല്ല, നാഷണൽ ഹൈവേ ഇവരുടെ അല്ല. നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് നിന്ന് മറ്റ് വലിയ കമ്പനികളെ ഇവിടെ കൊണ്ടുവന്ന് എന്താണ് ഈ നാടിന് വേണ്ടി നിങ്ങൾ പുതിയതായി ചെയ്തത്? ഞാനിതുവരെ കേട്ടിട്ടില്ലെന്നേ. പക്ഷെ ഇപ്പൊ യുദ്ധം വന്നപ്പോ ഗ്യാസ് കിട്ടാതായപ്പോ ഇവിടെ എല്ലാവരും കൂടി അലമുറ ഇടാൻ തുടങ്ങിയല്ലോ. എന്നാൽ നമ്മൾ ജിയോ പൊളിറ്റിക്സിനെ പറ്റിയുള്ള പല ചാനൽ അന്തി ചർച്ചകളിലും കാണുന്നുണ്ട്. ഇവരൊക്കെ എന്തൊക്കെയാ പറയുന്നതും കൂടി മനസ്സിലാവാത്തൊരു അവസ്ഥയാണ് നമുക്കിപ്പോ. യുദ്ധം വരുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അറിയുന്ന. അതിലൊരു വളരെ രസകരമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. നമ്മളൊരു കടയിൽ ചെന്ന് ചായ ചോദിക്കുന്നു. കടക്കാരൻ പറയുകയാണ്, ചേട്ടാ ഗ്യാസ് കിട്ടാനില്ല, ചായ ഇല്ല. അപ്പം ചായ ചോദിച്ച ഞാൻ ഗ്യാസ് കിട്ടാനില്ലാത്ത തരാത്ത മോദിയാണ് ഈ വിളിക്കുന്നത്. പക്ഷെ എനിക്ക് ചായ തരാത്ത ചായക്കടക്കാരനാ. ചായക്കടക്കാരൻ എന്തുകൊണ്ടാണ് ചായ തരാത്തത്? അവന് ഗ്യാസ് കൃത്യമായിട്ട് എത്തിയിട്ടില്ല, ഇതാണ് അവൻ്റെ കാരണം. എനിക്ക് ചായ തരാത്തത് ആരാ? എനിക്ക് ചായ തരാത്ത ചായക്കടക്കാരനാണ്. ചായക്കടക്കാരൻ എനിക്ക് ചായ തരാത്ത ആ പ്രശ്നത്തെ എനിക്ക് ഗ്യാസുമായിട്ട് മോദി ഗ്യാസ് കൊടുക്കാത്തത് കൊണ്ടാണെന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുമ്പോൾ, ചായക്കടക്കാരന് ഗ്യാസ് കിട്ടാത്തത് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ കാരണമാണെന്നും ഇറാനും ഇസ്രായേലും അമേരിക്കയും കൂടെ ഒക്കെ തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് കാരണമെന്നും ചായക്കടക്കാരൻ ചിന്തിക്കുന്നില്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നില്ല. മോദി എന്തെങ്കിലും ചെയ്തോ? മോദി പറഞ്ഞു ഇവിടെ ആർക്കും ഗ്യാസ് കൊടുക്കണ്ടെന്ന്. ഇവിടെ യുദ്ധം ഉണ്ടാവുമെന്ന് മോദി പറഞ്ഞിട്ടാണോ ഇസ്രായേൽ ഇറാനെ അടിച്ചത്? അതിന്റെ പേരിലാണ് ഹോർമൂസ് കടലെടുക്ക് അടച്ചത്. അല്ല, ഹോർമൂസ് കടലെടുക്കിലൂടെയുള്ള സഞ്ചാരം ഫുള്ളായിട്ട് അങ്ങോട്ട് അവർ റദ്ദ് ചെയ്തിട്ടില്ല. അവിടെ ഗ്യാസ് ഉൽപ്പാദനം നമ്മൾക്ക് ഇവിടെ കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്, സാധാരണ കുടുംബങ്ങളിൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഇന്ത്യ ഇത്തരം സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തെയും കൂടെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. നാളെ നമുക്കിപ്പോൾ ആന്ധ്രാപ്രദേശിലെ കർഷകൻ ഇനി കേരളത്തിലോട്ട് അരി കൊടുക്കാൻ ഞങ്ങൾക്ക് അരിയില്ല. പണ്ട് ഇവിടെ 10 ലക്ഷം കർഷകൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തെ പോലെ തന്നെ ഞങ്ങളും അങ്ങ് ഡെവലപ്പായി.
ഇവിടെ ഇപ്പോൾ 5 ലക്ഷം പേരെ ജോലി കർഷകർ ഞങ്ങൾക്ക് നിങ്ങൾ വേറെ പണി ഞാൻ എൻ്റെ സംസ്ഥാനത്തിന് വേണ്ടി ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ സംസ്ഥാനത്തിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അരി ഉണ്ടാക്കുന്നുള്ളൂ, എൻ്റെ സംസ്ഥാനത്തിലെ ജനതയ്ക്ക് വേണ്ടിയേ ഞാനിവിടെ പച്ചക്കറി ഉണ്ടാക്കുന്നുള്ളൂ എന്ന് തമിഴനും ആന്ധ്രക്കാരനും പഞ്ചാബികളും ഇവരെല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മലയാളി എന്തു ചെയ്യും? ആരോട് പരാതി പറയും? അപ്പം ഇവിടെ അതിനു വേണ്ടി സർക്കാർ എന്ത് ബദൽ സംവിധാനം കൊണ്ടുവന്നു? നമ്മളെങ്ങനെ ജീവിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടുത്തെ കാർഷിക മേഖലയുടെ ഇവിടുത്തെ അവസ്ഥ എന്താ? അപ്പം ഇത് നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞ് എന്തും വേറൊരാൾ തന്നില്ല. ഇവിടെ പിണറായി വിജയനെങ്ങാനും ആണ് ഈ രാജ്യം ഭരിച്ചെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എല്ലാവരും ഒന്നുകിൽ പുള്ളി വെടിവെച്ച് വന്നേനെ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്തേനെ. അതിനപ്പുറത്തേക്ക് ഇവർക്ക് നാടിനെ നയിക്കാനുള്ള യാതൊരു ശേഷിയും ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ ആശയമാണ് കമ്മ്യൂണിസം. അതുകൊണ്ടാണ് ഇത് ലോകത്തെമ്പാടും നശിച്ചു പോയത്. ഇന്ന് ഇന്ത്യയിൽ ഇതിന് വേരോട്ടമുള്ള എല്ലാ സ്ഥലത്തും നശിച്ചു പോയി. പ്രബുദ്ധര എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരുന്നിട്ട് കമ്മ്യൂണിസ്റ്റാന്ന് പറയുന്ന ഒരു സ്വയം മനസ്സിലാക്കണം. എടാ, നിനക്ക് പേരിലേ ഉള്ളൂ കമ്മ്യൂണിസം, ആശയത്തിൽ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ ഇത് കഴിയത്തില്ല. പിന്നെ മാനുഷിക സ്നേഹം, മാനവിക സ്നേഹം, കുറേ സിനിമകൾ കണ്ട് കമ്മ്യൂണിസ്റ്റുകാരായ സിനിമാ നായകന്മാരോട്, സിനിമാ നായകന്മാരുടെ കമ്മ്യൂണിസം അല്ല, സിനിമയ്ക്കുള്ളിലെ കഥാപാത്രങ്ങളുടെ കമ്മ്യൂണിസത്തിൽ ആകർഷകരായി SFI കോളേജുകൾ, ക്യാമ്പസുകൾ സൃഷ്ടിച്ച ഒരു സാധനവും അടിച്ചാൽ തിരിച്ചടിക്കുന്നതിൻ്റെ ഒപ്പം നിന്നും എൻ്റെ കൂടെ 10 പേര് വേണം, ഈ ചിന്തയിലൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം. അല്ലാതെ എന്തുവാണ് മനുഷ്യൻ്റെ രാഷ്ട്രീയ ആശയം?